രചന ശിവാഞ്ജലി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ജാനാസനം പാടി ഫോൺ ഞോണ്ടുമ്പോഴാണ് നമ്മുടെ മമ്മിജിയുടെ അലർച്ച വന്ന്. വാവ്, കേട്ടാലറിയാം എന്തോ വലുത് വരാനിരിക്കുന്നു. ഇനിയിപ്പോ ചായ ഗ്ലാസ് കിട്ടാത്തതാവോ? ഏയ്, മല്ലി പൊടിച്ച് ഇന്നലെ എടുത്തതാണല്ലോ. ഇനി എന്താണ് ആവോ? ഓ, എന്താമ്മാ? ഞാൻ നിഷ്കുഭാത്തിൽ വിളി കേട്ടു. ബൈ, ഞാൻ ദീക്ഷ. ഇപ്പൊ അലറിയത് എന്റെ അമ്മ ശ്രീലക്ഷ്മി അവർകൾ, എന്റെ അപ്പൻ ആനന്ദ്, ഞാൻ ഇവരുടെ ഇളയ സന്താനം. അവരുടെ ആദ്യ അബദ്ധം. എന്റെ ചേച്ചി മിസ്, അയ്യോ വൈകാതെ മിസ്സിസ് ആവും. അവളുടെ കല്യാണം 4 ദിവസം കഴിഞ്ഞ ലവൾ കൃഷ്ണശ്രീ. ഇവളാണ് എന്റെ കാവൽ. അല്ല, കാലത്ത് നിങ്ങളിപ്പോൾ വിചാരിക്കും എന്നെ വാവ എന്നല്ല ദച്ചു എന്നാവും വിളിക്കുന്നതെന്ന്. സാധാരണ ദീക്ഷ ദക്ഷിണതൊക്കെ വല്ല ദച്ചു എന്നോ ദീപ് എന്നൊക്കെ ആവും വിളിക്കുക. പക്ഷെ എന്റെ ചേച്ചി അവളെ ആദ്യം വീട്ടിൽ ശ്രീമോൾ എന്നും എന്റെ അമ്മയും അച്ഛനും വിളിച്ചു തുടങ്ങി. ഇവൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ്റെ ഐഡിയ ആയിരുന്നു ദീക്ഷ എന്ന പേര്. വീട്ടിലിളയ കുഞ്ഞായതുകൊണ്ട് എല്ലാവരും എന്നെ വാവയെന്ന് വിളിച്ചു. എന്നാൽ ഇവൾ ശ്രീമോളാണ്. എന്നെ ഉണ്ണിമോളെ എന്ന് വിളിച്ചു തുടങ്ങിയ പിന്നെ അത് ഉണ്ണിക്കുട്ടി, ഉണ്ണിയപ്പം, ഉണ്ടംപൊരി, ഉണ്ണിവാവ ഒക്കെയായി. ബ്ലഡി ഗ്രാമവാസീസ്, വല്ല പട്ടീന്നോ പൂച്ചാന്നോ വിളിച്ച ഞാൻ പിന്നെയും സഹിച്ചേനെ. ഇതിപ്പോ വീട്ടുപേര് വട്ടപ്പേരായി. അയ്യോ, സമയം പോയി. നമുക്ക് അമ്മച്ചിയുടെ വായിന്ന് കേൾക്കണ്ടേ? അപ്പൊ വായോ. തഥാസ്തു. ലക്ഷ്മി, ഉണ്ണിമാവേ, ഇന്ന് ശ്രീമോളുടെ ഫ്രണ്ട്സൊക്കെ വരും. അപ്പൊ നീ നിന്റെ റൂമൊന്ന് അവർക്ക് കൊടുക്കണം. അമ്പട് ജിഞ്ചിനാക്കടി, ഞാൻ മുറി പിടിക്കില്ല. അമ്മയുടെ കെട്ടിയവന്റെ വല്ല റൂം എടുത്ത് കൊടുക്കാൻ പറ. ഒന്നില്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജർ അല്ലേ, അമ്മ ഗവൺമെന്റ് സ്കൂൾ ടീച്ചർ. പിന്നെ ശ്രീമോൾ ഇൻഫോ പാർക്ക്. ഇങ്ങനെ പീശി കാണിക്കല്ലേ. അമ്മയുടെ പൊന്നല്ലേടാ, നിന്റെ അച്ഛൻ ഇപ്പൊ കാറ്ററിംഗ് കാർഡ് അടുത്താ. ഇതിപ്പോ അവിടെ ഈ 5 ഫ്രണ്ട്സ് പെട്ടെന്ന് വരുന്നു എന്ന് പറഞ്ഞോണ്ടാ ആ ഒരു പ്രത്യേക ലീവ് എടുത്ത് വരുന്നതാ. നീ റൂം കൊടുക്ക്. അച്ഛൻ വരുമ്പോ വൈകിട്ടാവും. പിന്നെ അവർക്കാണെങ്കിൽ റൂമും കിട്ടാനില്ലെന്നാ പറഞ്ഞ്. അപ്പൊ ഞാനാ പറഞ്ഞ് വീട്ടിൽ നിൽക്കാന്ന്. ഇല്ലേ, മോശമല്ലേ? പറ്റത്തില്ല. അമ്മ മുട്ട പപ്സ് വാങ്ങി തരാം. അയ്യടാ, ഇതൊരു പപ്സിലൊന്നും ഒതുങ്ങില്ല. പപ്സും ലെയിമും ബിരിയാണി, ചട്ടിച്ചോറ്, ഐസ്ക്രീമും 1 തരം 2 തരം 3 തരം. മര്യാദക്ക് റൂം എടുത്തോ, ഇല്ലേ ചട്ടികം പഴിപ്പിച്ച് ചന്തിക്കൊക്കെ ഞാൻ പെണ്ണേ. രംഗം വഷളായി. ഇനി റൂം കൊടുത്തില്ലെങ്കിൽ തള്ള എന്നെ വെട്ടും. മര്യാദക്ക് പപ്സ് മതിയെന്ന് പറയാനുള്ളതായിരുന്നു. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് വരുന്നു. പിറ്റേ ദിവസം ഷോപ്പിംഗ്, പിന്നെ പന്തൽ. ഏതൊക്കെയാ അമ്മാവനും അമ്മായി അവരറിയാമോ എന്ന് ചോദ്യം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ നേരത്തെ മുങ്ങി. ശ്രീമോളുടെ ഷോപ്പിംഗ് ആയിരുന്നു എൻ്റെ എസ്കേപ്പ് പ്ലാന്. പക്ഷേ കിട്ടിയതിനേക്കാളും ഭയങ്കരം കയ്യിലുള്ളതായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ബ്യൂട്ടി പാർലർ, തിയേറ്റർ മേക്കപ്പ്, സ്കിൻ കെയർ, മാങ്ങ, തേങ്ങ, ചക്ക, പിന്നെ യുദ്ധം. മാളിൽ ആദ്യത്തെ തുണിക്കട, അങ്ങനെ 2, 3, 4, 5. അവസാനം ഓൺലൈൻ മതിയെന്ന് അവളും അവളുടെ ഫ്രണ്ട്സും പറഞ്ഞ പകച്ചുപോയ എൻ്റെ ബാല്യം. എല്ലാത്തിൻ്റെയും അവസാനം കുറെ കവർ എൻ്റെ കയ്യിൽ തന്നിട്ട്, നീ ഇവിടെ നിന്നോ, ഞങ്ങൾ കുറച്ചുകൂടെ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ ആ ദുഷ്ടകൾ എന്നെ നോക്കുത്തിയ പോലെ കാർ പാർക്കിങ്ങിൽ നിർത്തിയിട്ടു. എന്നിട്ട് അവർ കൂളായി KFC കഴിക്കാൻ പോയി. ബ്ലഡി ഫൂൾസ്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വെള്ളമടിച്ച പാമ്പായതുപോലെയായ എൻ്റെ അവസ്ഥ. ശവമായി പവനായി വീട്ടിലെത്തി. ഉടനെ ഞാൻ അമ്മച്ചിയുടെ കട്ടിൽ കടം വാങ്ങി. ആദ്യം പോരാളി സമ്മതിച്ചില്ല. അപ്പൊ അവസാനത്തെ അടവിറക്കി. അയ്യോ, എന്റെ പൊന്നെ തായേ, ആര് തരാനാ? അമ്മയെ കേൾക്കുന്നോ? കരഞ്ഞു ബാഹുബലിയിലെ കട്ടപ്പ മാമന്റെ അടവെടുത്ത് ലാസ്റ്റ് കട്ടിലൊപ്പിച്ചു. അല്ല പിന്നെ എന്നോടെ കളി. ദേഷ്യം വന്നാൽ ഞാൻ കരഞ്ഞു കളയും. ഞാൻ കട്ടിൽ നോക്കി. പിന്നൊന്നും ഓർമ്മയില്ല. നീണ്ട നിദ്ര, സുഖനിദ്ര. വാവേ എന്ന അമ്മയുടെ വിളി കേട്ടാണ് ഞാൻ കണ്ണുറന്ന്. എന്താ അമ്മ? വൈകുന്നേരം വന്നിട്ട് ചത്ത് മറന്ന് കിടന്നിട്ട് ഇപ്പൊ രാത്രി 9 മണി. വല്ലോ വന്ന് കഴിക്ക്, ഇല്ലെങ്കിൽ ഗ്യാസ് കയറും. എന്നിട്ട് ബാക്കി ഉറങ്ങാം. ഉച്ചക്കവളുമാര് KFC അകത്താക്കിയിട്ടാണ് വന്ന്. എനിക്ക് പേരിനൊരു ബിരിയാണി പോട്ടെ, ഒരു കാലി ചായ പോലും വാങ്ങി തന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്ന് ഫ്രഷായി താഴെ ചെന്നു. അപ്പൊ ശ്രീമോളുടെ ഫ്രണ്ട്സ് കച്ചറകൾ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡാക്കാതെ ബസന്തിയുടെ മനസ്സിൽ ധ്യാനിച്ച് വാരി വലിച്ച് തിന്നു. ഇനി വേണം ഒന്ന് വിശാലായിട്ട് ഉറങ്ങാൻ. റൂമിലേക്ക് കയറുമ്പോൾ അതാ പിതാശ്രീയുടെ ചോദ്യം, നീ എന്താ ഇവിടെ? അത് പിന്നെ അച്ഛ, ഞാനിന്ന് നിങ്ങളുടെ കൂടെ കിടക്കുന്നേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ നോക്കിയിട്ട്, ഉരുളി കമിഴ്ത്തി ഉണ്ടാക്കിയതിന് ഇപ്പൊ കിണ്ടിക്കടിച്ചു കൊല്ലാനാ തോന്നുന്നു എന്ന ഭാവത്തിൽ നിൽക്കുന്നു. എന്റെ കുറ്റമാണോ? ലവളുടെ ഫ്രണ്ട്സ് വന്നിട്ടല്ലേ എന്ന ഭാവത്തിൽ നമ്മളും. അല്ലേ, ലാസ്റ്റ് കട്ടിലിന്റെ ഒത്ത നടുക്ക്, അച്ഛൻ്റെ അമ്മയുടെ ഇടക്ക്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് നിങ്ങളുടെ നടുക്കിടന്ന് അർമാദിക്കാൻ. എനിക്ക് ഇതുവരെയ്ക്കും ഒരു അച്ഛനെയും അമ്മയും സ്നേഹം കിട്ടിയിട്ടില്ല എന്ന ഭാവത്തിൽ ഞാൻ കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. രാവിലെ വീണ്ടും അമ്മച്ചിയുടെ വിളി കിട്ടാൻ ഉണർന്നു. എന്താ അമ്മ? ദേ, മോനും ഫാമിലിയും വരുന്നുണ്ട്, നീ ഒന്ന് എഴുന്നേറ്റ് വാ. ഇവർക്ക് 2 ദിവസം കഴിഞ്ഞാൽ കണ്ടൂടെ? പിന്നെ കല്യാണ ഘോഷയാത്രയല്ലേ ഇപ്പോ? ഈ മോനാണ് ശരൺ, എന്റെ ചേച്ചിയുടെ വരൻ. പുള്ളിയും ഫാമിലിയും വരുന്നതിനെ പറ്റിയാണ് ഈ ചർച്ച. അതൊന്നും അറിയില്ല, നീ ഒന്ന് വന്നേ. 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെത്തി. പിന്നെ ചായ, വട, ജിലേബി, ലഡു, പലഹാരമൊക്കെ ടേബിളിൽ നിറഞ്ഞിരുന്നു. ഇവരൊക്കെ എത്രയും പെട്ടെന്ന് പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് എടുത്ത് തട്ടാൻ.
വരനൊഴിച്ച് വരന്റെ ഏട്ടൻ, വൈഫ്, കൊച്ചി, അമ്മ, അച്ഛൻ, അമ്മാമ്മ, അപ്പൂപ്പൻ, പിന്നെ ഏതോ 2 ആന്റി, അങ്കിൾ, 2 പിള്ളേരൊക്കെ ഉണ്ട്. ഇവര് ഫാമിലി ടൂറിന് വല്ലതും വന്നതാണോ? ആകെ ശ്രീമോള് പോലും ശരണിനെ പെണ്ണാണലിന് എൻഗേജ്മെന്റിനാണ് കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് പുള്ളിയുടെ അമ്മ, നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മ പറഞ്ഞു, ശ്രീമോളെ ഓക്കെ അല്ലേ? ഈ മാരേജ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞങ്ങൾ വന്ന് മോൾക്ക് ഞങ്ങളുടെ വക ഒരു സാധനം തരാനാ. മോൾ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കോ. ഇല്ല, അവൾ കുലുങ്ങി ചെന്നപ്പോൾ അമ്മൂമ്മ ഒരു ആഭരണപ്പെട്ടി കൊടുത്തു. ഇത് കണ്ടില്ല, അവൾ നാഗവല്ലിയായി കാശിമാല നെറ്റി ചുറ്റി എല്ലാം ഇരുന്ന് നോക്കുന്ന കണ്ടു. പെട്ടെന്ന് ശരണിന്റെ അച്ഛൻ ചോദിച്ചു, ദീക്ഷ മോൾ ഇടുക്കിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ടേ, മോൾക്ക് ഇവിടെ HSSൽ ടീച്ചറായിട്ട് കിട്ടിയിട്ടും ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നതെന്ന്. കുട്ടികൾ അത്ര ഇഷ്ടമാണല്ലേ? വെരി ഗുഡ്. വളരെ പാഷനേറ്റാണ് മോള്. ലീവ് തരാമെന്ന് പറഞ്ഞിട്ട് മോള് കല്യാണത്തിന് 4 ദിവസം മുന്നേ അല്ലേ വന്ന്. അതുപോലെ നേരത്തെ പോവല്ലേ? എൻഗേജ്മെന്റിന് പോലും വന്നില്ലല്ലോ. ദീക്ഷ മറുപടി പറഞ്ഞു, അതെങ്കിൽ വളരെ പാഷനേറ്റാ. പിന്നെ ലീവൊക്കെ കുറേ ഡേയ്സ് എടുത്താൽ കുട്ടികൾക്ക് എനിക്ക് സങ്കടമാവും. പിന്നെ എൻഗേജ്മെന്റ് ലീവ് കൂടെ ഇപ്പം എടുത്തുകൊണ്ട് കുറച്ചുകൂടി ദിവസം കിട്ടി. എനിക്ക് മാത്രമല്ലേ അറിയൂ HSSൽ പോവാത്ത. രാവിലെ പോയിട്ട് വൈകുന്നേരം മാത്രമേ വരാൻ പറ്റൂ. പിന്നെ കുറേ ഡ്യൂട്ടി, പോർഷൻ തീർത്തില്ലെങ്കിൽ തെറിവിളി, കുറെ പേപ്പർ കറക്ഷൻ. എനിക്ക് മടി. ഇതാവുമ്പോൾ 9 മണിക്ക് പോയിട്ട് 12 മണിക്ക് വീട്ടിൽ വരാം. സുഖസുന്ദര ജീവിതം. പിന്നെ ഇവിടെ എൻഗേജ്മെന്റിന് ഞാൻ വയറുവേദന പറഞ്ഞ് ലീവ് എടുത്ത് ബിരിയാണി നാൻ പോയി. ഇതുപോലെ എത്ര ലീവുകൾ. ആകെ 10 മാസത്തിൽ ഞാൻ 10 ദിവസങ്ങളിൽ പോയിട്ടുണ്ടോ എന്ന ഡൗട്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോയിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോൾ. അവിടെയാണെങ്കിൽ ഇടുക്കി കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ആണ്. അധികം പിള്ളേരും ഇല്ല. ഇവിടെ സിറ്റിയിലെ സ്കൂളാണ് കിട്ടിയത്. ഒരു 10,000 പിള്ളേര് കാണും. ഞാൻ ലീവ് എടുക്കെങ്കിലും എല്ലാം പഠിപ്പിക്കും കേട്ടോ. അതിലെനിക്ക് പ്രത്യേക കഴിവാ. പെട്ടെന്നാണ് എൻ്റെ അച്ഛൻ ചോദിച്ച്, അല്ല മോനെന്താ വരാഞ്ഞ്? തിരക്കിലാണോ? ആകെ ഞങ്ങൾ പോലും 1-2 പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. പുള്ളിയുടെ അച്ഛൻ പറഞ്ഞു, അവന് മാരേജിന് മുന്നേ ഓഫീസിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്താലേ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ കക്ഷിക്ക് ടെൻഷനാവും. ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും മോനെ പറ്റി നല്ല അഭിപ്രായം. പിന്നെ മേലെടുത്ത അറവാടിനെ പറ്റി ആരും മോശം പറയില്ലല്ലോ. അങ്ങനെ ഇവരുടെ പരസ്പരം പുകഴ്ത്തലിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കട്ടേറ്റ് അടിച്ച് മാറ്റി. അപ്പോൾ തന്നെ പുള്ളിയുടെ അമ്മൂമ്മ എന്നെ നോക്കുന്നു. നമ്മൾ പിന്നെ ഫുൾ ആറ്റിറ്റ്യൂഡിൽ മാമനോടൊന്നും തോന്നില്ല എന്ന എക്സ്പ്രഷൻ ഇട്ട് മുങ്ങി. പിന്നെ കുറെ ചർച്ചയായിരുന്നു. നാളെ മുതൽ ബ്രൈഡ് ടു ബി മുതൽ നവരാത്രി ഉത്സവം പോലെ ഫംഗ്ഷൻ തുടങ്ങും. അവർ തിരിച്ച് ചർച്ച കഴിഞ്ഞ് വീട്ടിൽ പോയി. പിന്നെ ആകെ ഒരു പുക പോലെയായിരുന്നു. ആദ്യം ബ്രൈഡ് ടു ബി, പിന്നെ സംഗീതം, പിന്നെ പാർട്ടി. അങ്ങനെ കുറെ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുൾ ടൈം തിന്നുന്നതിന് നീതി പുലർത്തിയുകൊണ്ട് വേറൊന്നും അറിഞ്ഞില്ല. ഇടയ്ക്കെപ്പോഴും ഷാരിണിന്റെ ഫാമിലി വന്നിരുന്നു. അവർക്കായി ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് ഞാൻ മുങ്ങി. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നാളെ ഇവളുടെ കല്യാണമാണ്. സാധാരണ അനിയത്തിമാരെ പോലെ കരയാനൊന്നുമില്ല, ചിരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചാച്ചാൻ കിടന്നു. നാളെ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ പോരാളി അടിക്കും. അപ്പൊ നാളെ പിന്നെ എന്റെ ചവിട്ടി കിട്ടി അച്ഛനും അമ്മയും ഇപ്പൊ പായ വിരിച്ച് നിലത്താണ് കിടപ്പ്. സില്ലി പപ്പറ്റ്. എനിക്ക് എന്തൊക്കെ കഴിവുകളാ. എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അമ്മ വിളിക്കുന്ന കേട്ട് ഞാൻ എഴുന്നേറ്റു. ഇന്നലെ കഴിച്ച കോഴി ദഹിക്കാത്തോണ്ട് നല്ല ക്ഷീണം. എന്താ അമ്മേ ഇത്ര രാവിലത്തിന് നേരം വെളുത്തോ? വാവേ എന്താ അമ്മേ, അവൾ ഒളിച്ചോടിയോ? നിനക്കെങ്ങനെ മനസ്സിലായി? ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിരിക്കുന്നു. നീ പെട്ടെന്നൊന്ന് വന്നേ. ഞാൻ താഴെ ചെന്നപ്പോൾ ഏതൊക്കെ അമ്മാമ്മർ അച്ഛനെ സമാധാനിപ്പിക്കുന്നു. കാരണം ലവള് കല്യാണത്തിന്റെ പേരിൽ ഒരു 19 ലക്ഷം പൊട്ടിച്ചു. ഒളിച്ചോടാനായിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു അവൾക്ക്. ഞാൻ എത്ര ബിരിയാണി വാങ്ങി തിന്നേനെ ഈ പൈസക്ക്. പട്ടി തെണ്ടി. ഏതോ അമ്മാവൻ പറഞ്ഞു, ഈ കുട്ടി ഇതിങ്ങനെ കാണിക്കും നമ്മൾ അറിഞ്ഞില്ലല്ലോ ആനന്ദേ. എനിക്കിത് കേട്ടപ്പോ ചിരിയാ വന്ന്. പിന്നെ സംയമനം പാലിച്ചു നിന്നു. പിന്നെ ഒളിച്ചോടാൻ പോകുമ്പോ എല്ലായിടത്തും നോട്ടീസ് ഒട്ടിച്ചല്ലേ പോകുന്നു. ഇതെന്തോന്ന് ആൾക്കാര്. അല്ല ആനന്ദേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ചക്കരും കൂട്ടരും ഉടനെത്തിയില്ലേ? അച്ഛൻ കിളി പോയിരിക്കുകയാണ്. അപ്പൊ ഞാനങ്ങ് ചോദിച്ചു, അല്ല കത്തൊന്നും എഴുതി വെച്ചിട്ടില്ലേ? ചിപ്സ് വാരിട്ട് ചോദിക്കുന്ന എന്നെ എല്ലാവരും ഇത് എന്തിന്റെ കുഞ്ഞെന്ന മട്ടിൽ നോക്കി. അപ്പോഴത്തേക്ക് അമ്മ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും എടുത്ത് പൊട്ടക്കണ്ടിൽ ഇട്ടേനെ. പോരാളി എന്നെ ദഹിപ്പിച്ച് നോക്കി. എന്താ അമ്മേ, സാധാരണ ഈ കത്തൊക്കെ എഴുതി വെക്കാറില്ലേ? കൊച്ചേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ കേട്ടോ. അല്ല അമ്മ എന്താ കരയാത്തെ? സാധാരണ മക്കൾ ഒളിച്ചോടി പോയ അമ്മ നെഞ്ചത്തടിച്ച് കരയുമല്ലോ. അമ്മ എന്താ നെഞ്ചത്തടിച്ച് കരയാത്തെ? അയ്യോ തമ്പുരാട്ടിക്ക് ഈ സംശയം എന്താ ഇപ്പൊ വന്ന്? കുറച്ചുകൂടെ നേരത്തെ ചോദിക്കായിരുന്നില്ലേ? 5 സെക്കൻഡ് മുന്നെയാ എന്റെ കരച്ചിൽ ചായ കുടിക്കാൻ പോയത്. അത് പിന്നെ ചിപ്സ് കണ്ടപ്പോ ചോദിക്കാൻ മറന്നുപോയി. ഇതിനിടയിൽ ഏതോ ഒരു അമ്മാവൻ ഉടനെ കയറി പറഞ്ഞു, അപ്പൊ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് എന്തായാലും കല്യാണം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി പോയ സ്ഥിതിക്ക് കള്ളക്കിളവാ. ഒരു ക്യാപ്പ് കിട്ടി പരാവശ്യം പറയുന്നു. അനിയത്തിക്കൊണ്ട് കെട്ടിക്കാനെന്നെങ്ങാനും പറഞ്ഞ എന്റെ ബേൽപൂര അമ്മച്ചി അണ്ടക്കടാ, എന്റെ കുട്ടിച്ചാത്താ കാത്തോളനെ കിളവാ. ബാക്കി പറയുന്നതിന് മുന്നേ അമ്മ എന്നെ വിളിച്ചോണ്ട് റൂമിൽ പോയി. അയാൾ അവിടുന്ന് വിയർക്കുന്ന കണ്ടു. അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മ റൂമിൽ കൊണ്ടുവന്നിട്ട് കണ്ണുകൂട്ടുന്ന ചീത്ത വിളി. അവസാനം, ഇനി എങ്ങാനും നീ ഇവിടുന്ന് പുറത്തോട്ട് വന്നാൽ ഞാൻ വെട്ടിക്കൂട്ടി അടുപ്പിൽ വെക്കും നിന്നെ. അത് പിന്നെ അയാൾ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ കിളവാന്ന് വിളിച്ച്. പിന്നെ ഇപ്പോഴും കട്ടിൽ കിടന്ന് മുള്ളുന്ന നിന്നെയല്ലേ കെട്ടിക്കാൻ പോകുന്നത്? ചമ്മി കള്ളത്തള്ള.
മമ്മീജി പോയി. പിന്നെ ആരൊക്കെയോ പറഞ്ഞു വരനും ഫാമിലിയും വന്നു എന്ന്. ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ വലിയ കാര്യത്തിൽ ടാൻ ടട്ടെ ടൂണൊക്കെ ഇട്ട് മാസമായി പുറത്തോട്ട് പോയപ്പോഴല്ലേ ഒരു പൂരപ്പറമ്പിലെ ആൾക്കാർ. ഇതിപ്പോ അവൾ ഒളിച്ചോടിയതാണോ അതോ കൊടിമരം കുത്തിയതാണോ ശിവനെ? ഇതേത് ജില്ല? പെട്ടെന്നാണ് അച്ഛൻ ഫോൺ തന്നിട്ട് നോക്കാൻ പറഞ്ഞു. അവളുടെ മെസ്സേജ് കത്തിപ്പോ ഫോൺ വഴിയാക്കിയോ? പിന്നെ ഹൈടെക് ആവും. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ചിന്തിച്ച് ഞാൻ കത്ത് വായിച്ചു. അമ്മ അച്ഛാ വാവേ, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഒളിച്ചോടിയവളെ എന്ത് പറയാൻ? ഞാൻ പോവാണ്, എന്നെ വെറുക്കരുത്, അമ്മയും വെറുക്കരുത്. അയ്യേ ഇതെന്തോന്ന്? പിന്നെ അച്ഛൻ എനിക്കായിട്ട് വാങ്ങിയ സ്വർണം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കില്ലേ ജീവിതം? നാറി പിന്നെയും മുക്കി. അള്ളാന്റെ ബിരിയാണി. പിന്നെ ഞാൻ ആരുടെ കൂടെയാ പോയെന്ന് മാത്രം ചോദിക്കരുത്. ഇവളെന്താ പേരില്ലാത്തവന്റെ കൂടെയാണോ പോയേ? എനിക്കത് പറയാൻ കഴിയില്ല. അതെന്താടി നിനക്ക് നാക്കില്ലേ? ഏട്ടനോട് പറയണം ഞാൻ സോറി പറഞ്ഞു എന്ന്. പിന്നെ ആഭരണപ്പെട്ടി ഞാൻ എൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്, തിരിച്ചു കൊടുക്കണം. എഴുതാൻ ടൈം കിട്ടിയില്ല, അതാ മെസ്സേജ് അയക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? കത്ത് ഫോൺ വഴി അയച്ചതിനാണോ? അയ്യേ ഇതെന്തോന്ന്? അയ്യോ ഞാൻ ചിരിച്ചിരിച്ച് പണ്ടാരടങ്ങി. ഇവളാര്? നാട് വിട്ട് ഉണ്ണിയോ? സ്വഭാവത്തിൽ വന്നപ്പോ എല്ലാവരും ഇതെന്ത് ജീവിയെന്ന മട്ടിൽ എന്നെ നോക്കി നിൽക്കുന്നു. അല്ല അച്ഛാ, ഇവളെന്തിനാ ഒളിച്ചോടിയത്? നിങ്ങളോട് പറഞ്ഞാൽ നടത്തി കൊടുക്കായിരുന്നല്ലോ. എന്തായാലും സ്വർണം വേസ്റ്റ് ആയില്ലല്ലോ. ഇനി ഇവള് വല്ല ലെസ്ബിയനും? ഏയ്. അമ്മായി 1. ആ പെമ്പിള്ളയുടെ കൂടെയുള്ള ഇളക്കം കണ്ടാൽ അറിയാം ലബനീസ് ആണെന്ന്. അമ്മായി 2. അതെ അതെ, ഇല്ലേലും ഒളിച്ചോടില്ലായിരുന്നോ? ഇപ്പൊ ലവ് മാരേജ് ഒക്കെ സർവ്വസാധാരണ. അമ്മായി 3. ചിലപ്പോ ഇത് കെറുപ്പാവും. അമ്മായി 4. ആ ലിവിങ് ടുഗദർ ആവും. ദീക്ഷ. എനിക്ക് നിൽക്കണ നിപ്പിൽ ആവിയായി പോവാൻ തോന്നി. എവിടെ എവിടെ എന്റെ കുട്ടൂസൻ? ഓ മൈ ഡാർലിംഗ്, കുന്തം കൊണ്ടൊന്ന് വരൂ. പെട്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. എല്ലാവരും നിർത്ത്. അവൾ അവളുടെ ജീവിതം നോക്കിപ്പോയി. ഇനി അവളെ കുറിച്ചൊരു സംസാരം വേണ്ട. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. നിങ്ങളൊക്കെ ഇവിടം വരെ വന്നിട്ട് വെറുതെ പോവരുത്. ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ. പിന്നെ ആന കരിമ്പിൻകാട്ടിൽ ഇറങ്ങിയ പോലെ എല്ലാവരും ഒരു ഒറ്റ ഓട്ടമായിരുന്നു പന്തിലേക്ക്. ശരണിന്റെ അച്ഛൻ പറഞ്ഞു. കഴിഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും. അവൻ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് പോയതാ. ഇപ്പോഴാ സ്ഥലം കിട്ടിയത്. അവനിപ്പോ വരും. അയ്യേ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇയാളെവിടെ? ഇയാള് തന്നെയല്ലേ എനിക്ക് കെട്ടാൻ പോകുന്നു? പറഞ്ഞു തീർന്നില്ല. അതാ നമ്മുടെ കഥാനായകൻ വാതിലൂടെ അകത്തോട്ട് വരുന്നു. തുത്തുരു തുത്തുരു തുമ്പി തുത്തുരു തുത്തുരു തു. വാവ്, പുള്ളീനെ കണ്ടത് എന്റെ കിളി പോയി. ഹല്ലേലൂയാ സ്തോത്രം. ലവള് ചെറുക്കൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അയാളല്ലല്ലോ. ഇതിപ്പോ ഇയാള്. ഞാൻ അമ്മേനെ ഞോണ്ടി വിളിച്ചു. എന്താ കൊച്ചേ? ഇതാരാ? ഏതോ ശരണല്ലേ? ഏത് ശരൺ? അത് ആദ്യം വന്ന് മുടങ്ങിയല്ലേ? അപ്പൊ അവള് ചതിച്ചതാ. ശരണിന്റെ കാര്യം മുടങ്ങിയെന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ പിന്നെ പിക്കൊരിക്കൽ കണ്ടിട്ടുണ്ട്. പിന്നെ എൻഗേജ്മെന്റ് ഫോട്ടോസ് അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നല്ല ഫോട്ടോസ് ഒന്നും അവളുടെ കയ്യിലെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നെ ഞാനാണെങ്കിൽ അത് അന്വേഷിച്ചില്ല. നമ്മൾ പിന്നെ അവിടെ ബിരിയാണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തല്ലേ ഇരുന്നത്. സംതിങ് ഫിഷി. ഓ ഗോഡ്, വൈ ദിസ് കൊലവെറി? ഞാൻ തിരിഞ്ഞതും ഒരു ഗജഗംഭീര രൂപം. ഹായ് സർ, വാട്ട് എ സഡൻ സർപ്രൈസ്. ഹായ്. ദീക്ഷാമ്മയുടെ ഫ്യൂണറലിന് വന്നതല്ലേ? ഏതമ്മൂമ്മ? ഫാദറിന്റെ അമ്മ. ആനന്ദ്. ഇല്ലല്ലോ മോനെ, അമ്മ മരിച്ചിട്ട് 8 വർഷമായി. പുള്ളി എന്നെ നോക്കിയപ്പോൾ ഞാനൊന്ന് വെളുക്കിനെ വിളിച്ചു കൊടുത്തു. ഒരു വലിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പറയാനുള്ള സംഭവം വേറൊന്നുമല്ല. ഇടുക്കിയിൽ എൻ്റെ സ്കൂളിന്റെ പാർട്ണർഷിപ്പ് ഇയാൾക്കും ഉണ്ട്. സോറി, മിസ്റ്റർ ശബരിനാഥ് വിശ്വനാഥനുണ്ട്. സ്കൂളിൽ വയറുവേദന, കൈവേദന, കാൽവേദന, മുട്ടുവേദന, തലവേദന, ഹൃദയം മാറ്റിവെക്കൽ, അമ്മയുടെ അച്ഛൻ്റെ അടിയന്തര, അമ്മയുടെ മാമൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ട്, ഇങ്ങനെ എത്രയെത്ര ലീവുകൾ. കുറച്ച് ദിവസം മുന്നെയാണ് ശബരി സാർ അങ്ങോട്ടേക്ക് വന്ന്. ആ ദിവസം ദീക്ഷ, ചേട്ടാ 4 ഐസ്ക്രീം. അതിന് മോളൊരാളേ ഉള്ളൂ. എന്താ, ഞാൻ തിന്നിറങ്ങൂല 4 ഐസ്ക്രീമായി ഞാൻ സെയിലായി നിന്ന് തിന്നുകയായിരുന്നു. അപ്പോൾ ഒരു BMW. ഇന്നലെ മഴയത്ത് റോഡിൽ നിറഞ്ഞ എല്ലാ വെള്ളം കൂടെ എന്നെ നെഞ്ചത്തോട്ട് അയാൾ അടിച്ചു. ഞാൻ വിട്ടുകൊടുക്കോ? എന്തുവാണോ താൻ കാറത്തുള്ള പട്ടി ചെറ്റെ തെണ്ടി? 11 ശബരി കാർ വിൻഡോയിലൂടെ എന്നെ തറയിട്ട് നോക്കി. ഇവനാര് തറയിട്ട് നോക്കാൻ ആമയോ? പിന്നെ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി. സ്കൂളിൽ ചെന്നപ്പോഴല്ലേ അതേ BMW ലേറ്റ് ആയതുകൊണ്ട് HMന്റെ ഓഫീസിൽ പോയി. അപ്പൊ ഞാൻ വഴിയിൽ വെച്ച് വെള്ളായെന്ന് പറഞ്ഞപ്പോൾ ഒരു അശരീരി. നോ, ഷീസ് ലൈ. അതാരാണെന്ന് നോക്കിയപ്പോൾ അയാളല്ലേ ഇയാള്. ഈശ്വരാ. പുള്ളി ഓൺ ദ വേ ഞാൻ ഐസ്ക്രീം തിന്നത് കണ്ടു. ബ്ലഡി വായി നോക്കി. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിലെത്താൻ ലേറ്റ് ആയതെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ തെറി വിളിക്കുന്നു. അല്ല പിന്നെ ഇത് കേട്ട് ഞാനും വിളിച്ചു. എനിക്കറിയില്ലല്ലോ പാർട്ണർഷിപ്പുള്ള ആളാണെന്ന്. HM ആണെങ്കിൽ എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും കേട്ടില്ല. യു ഗോമാൻ, ഒരു ഇംഗ്ലീഷ് താ പോടോ മത്തങ്ങ തലയാ. ഓ മാംഗോ ഹെഡ് മാൻ, ഇംഗ്ലീഷല്ലേ അറിയൂ? ഹൗ ഡെയർ യു? താ പോടോ ക്ലാപ്പാ. അങ്ങനെ ഫസ്റ്റ് ഇംപ്രഷൻ പോയി. ഞാൻ അടുത്ത ദിവസമാണ് അറിഞ്ഞത് ഇയാൾക്ക് പാർട്ണർഷിപ്പ് ഉണ്ടെന്നും ഇനി കുറച്ച് ദിവസം ഇവിടെയൊക്കെ കാണുമെന്നും.
ബട്ട് നമ്മളുടെ ഈഗോ സോറി പറയാൻ അനുവദിച്ചില്ല. പിന്നെ യുദ്ധമായിരുന്നു, യുദ്ധം. ദീക്ഷ, കം ടു മൈ ക്യാബിൻ. ഡു ദിസ്, ഡു ദാറ്റ്. ഈ പേപ്പർ വർക്ക് ചെയ്യ്. സർ, ഇത് ഞാൻ ടീച്ചറല്ലേ? സോ വാട്ട്, ഇത് ചെയ്യ്. ദിസ് ഇസ് ബേസ്ഡ് ഓൺ സ്കൂൾ. ദീക്ഷ, 1 കോഫി, 1 ടീ, 1 പെൻ, 1 പെൻസിൽ. വേർ ഇസ് ദാറ്റ് ഫയൽ? കംപ്ലീറ്റ് ആക്കിയോ? ഇല്ലേ? എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഗെറ്റ് ഔട്ട്. സർ, എനിക്കാകെ തലക്ക് ഭ്രാന്ത് പിടിച്ചു. പിന്നെ നമ്മളിടക്ക് പുള്ളിക്ക് പണിയെടുക്കും. ടയറിന്റെ കാറ്റഴിച്ചു വിടുക, ഏതെങ്കിലും ഫയൽ ഒളിപ്പിച്ചു വെക്കുക, ചായക്കകത്ത് മധുരം കൂട്ടിയിടുക, അല്ലെങ്കിൽ കടുപ്പം മാത്രം, പഞ്ചസാര ഇടാതിരിക്കുക. ഇടയ്ക്ക് ഉപ്പിട്ടും കൊടുക്കും, ഇടയ്ക്ക് ഉപ്പും പഞ്ചസാരയും മിക്സ് ചെയ്തും കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി നാട്ടിൽ പോയി. അപ്പോഴാണ് ഞാൻ ലീവ് എടുത്ത്. അവളുടെ എൻഗേജ്മെന്റ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. പിന്നെ ഇന്നുവരേക്കും വന്നിട്ടില്ല. കുറച്ച് മിസ്സൊക്കെ അടിച്ചു. എന്നാലും ഭ്രാന്ത് കുറെ പണിയെടുപ്പിച്ചു. ബാക്ക് ടു റിയാലിറ്റി. ഞാൻ റിയാലിറ്റിയിലെത്തിയപ്പോൾ അവരെല്ലാവരും പൊരിഞ്ഞ ചർച്ച. അപ്പോൾ പുള്ളിയുടെ അച്ഛൻ ചോദിച്ചു, തലവേദന, വയറുവേദന, കൈവേദന, നൂലുകെട്ട്, അപ്പപ്പന്റെ അടിയന്തരം ഒക്കെ തീർന്നോ? ഞാനൊന്ന് ചിരിച്ചു. ആ കാലൻ എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ മുട്ടക്കൂടോത്രം വെക്കൂടാ കാലാ. അപ്പൊ അമ്മൂമ്മയുടെ വക കമന്റ്, മോള് വീട്ടിൽ വായോ, ഞാൻ കട്ട്ലറ്റും ചിപ്സും ഉണ്ടാക്കി തരാം. ഓ, മാറ്റി അമ്മ കളിയാക്കിയത്. പുള്ളിയുടെ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ എല്ലാവരും എന്നെ പരിചയപ്പെടലായി. വീണ്ടും സംതിങ് ഫിഷി. ഞാൻ വിശ്വാനന്ദ്, സാറിന്റെ അച്ഛൻ പറഞ്ഞു. ഞാൻ രാധിക, അമ്മ പറഞ്ഞു. ഞാൻ ശിവ, ഏട്ടൻ പറഞ്ഞു. ശക്തിയേട്ടന്റെ വൈഫ് ദേവാത്മിക, അവളുടെ മോള് അമ്മൂമ്മ ശ്രീകല, അപ്പാപ്പൻ ചന്ദ്രശേഖരൻ, പിന്നെ കുറെ ബന്ധുക്കൾ. അങ്ങനെ പരിചയപ്പെട്ട് ലാസ്റ്റ് ക്ഷീണിച്ച് ഞാനൊരു കട്ടനകത്താക്കുമ്പോൾ വിശ്വ മോളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, ശബരി കാണിച്ചു തന്നിട്ടുണ്ടേ. അതാ ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചത്. പക്ഷേ ഇത്ര തള്ളണ്ടായിരുന്നു കേട്ടോ മോളെ. എന്നാലും മോളെപ്പോലെ ഹാപ്പി ആയിട്ട് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാൻ കുറച്ചു പേർക്ക് മാത്രമേ കഴിയൂ. അതിൽ മോളോട് എനിക്ക് ബഹുമാനമുണ്ട്. ഞാനൊന്ന് ചിരിച്ചു. താങ്ക്സ് അങ്കിൾ. അല്ല, അവൾ ഒളിച്ചോടിയിട്ട് എല്ലാവരും എങ്ങനെ ഇരിക്കുന്നേ? ലക്ഷ്മി, പിന്നെ എല്ലാവരും കൂടെ കരഞ്ഞവൾ തിരിച്ചു വരുമോ? ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെ? അവളുടെ സ്പെഷ്യൽ ബാഗ് ഒരാഴ്ച മുമ്പുള്ള പാക്കിങ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെ ഫോൺ വിളിയും. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അതിന് വല്ലപ്പോഴും പ്ലേറ്റ് മാറ്റണം. പിന്നെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് തപ്പിയത് ലങ്ങേലുണ്ടോ എന്നാണ്. പക്ഷേ ഇല്ല, ഭാഗ്യം. ഇതിനിടയ്ക്ക് എവിടെയോ പോയി. രാധിക, ഇപ്പൊ എല്ലാവരും പോയില്ലേ? ടെമ്പിളിൽ വെച്ചുള്ള താലികെട്ടിന് അധികം പേരെ വിളിക്കാതിരുന്ന് നന്നായി. ഒരു കാര്യം ചെയ്യോ, ശബരീനെ ഒന്ന് വിളിച്ച് വരുമോ മോളെ? അവൻ പുറത്ത് കാണും. ഒരു കോൾ എന്ന് പറഞ്ഞ് പോയതാ. ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ ഒരു തൂണിൽ ചാരി അങ്ങനെ ഫോണിൽ കളിക്കുന്നു. എന്താ ഈശ്വര, ഇനി ഇയാൾക്ക് പിന്നിൽ കണ്ണുണ്ടോ? ഡിഡ് യു മിസ് മീ? എന്തിന്? ജസ്റ്റ് ആസ്ക്. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ ഇപ്പോഴും ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്? എനിക്ക് അപ്പപ്പോൾ തോന്നുന്ന ലാംഗ്വേജിൽ ഞാൻ സംസാരിക്കും. എന്തിനാ എന്റെ ഫോട്ടോ ആന്റിക്കങ്ങളും കാണിച്ചു കൊടുത്തേ? അച്ഛന്റെ പാർട്ണർഷിപ്പ് കൂടിയുള്ള സ്കൂളാ. അവിടെ നടക്കുന്ന ഇത്രയും ലീലാവിലാസങ്ങൾ പറയണ്ടേ? ഇനി ചോദ്യം വല്ലതും ഉണ്ടോ? അതെ, ചേച്ചി പോയതിൽ സങ്കടല്ലേ? എന്തിന്? അല്ല, കല്യാണം. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. അന്ന് കാണാൻ വന്നപ്പോൾ തന്റെ ചേച്ചി പറഞ്ഞു വേറൊരാൾ ഇഷ്ടമാണ്, പക്ഷെ വീട്ടിൽ നടത്തില്ല എന്ന്. പിന്നെ മാരേജിന് തലേന്ന് പൊക്കോളാം, ഇപ്പൊ എന്നോടൊരു ഓക്കെ പറയണമെന്ന്. മുമ്പ് വന്ന ശരണി ഇതിന് സപ്പോർട്ട് നിൽക്കില്ലെന്നും പറഞ്ഞെന്നും അവന് തന്നെ ചേച്ചിയെ കെട്ടണമെന്ന് പോലും. സോ ഐ അഗ്രീഡ്. ആൻഡ് എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം. അല്ല, അപ്പം മറ്റേ പെട്ടി? ഓ, അത് ജസ്റ്റ് ഫോർമാലിറ്റി. പിന്നെ തൻ്റെ ചേച്ചി പറഞ്ഞത്ര സ്ട്രിക്റ്റ് അല്ലല്ലോ പാരൻസ്. പിന്നെന്താ ഇങ്ങനെ പറഞ്ഞ്? അറിയില്ല, സാറിന് ഇതൊക്കെ നാണക്കേട്. പിന്നെ എന്തിനാ സമ്മതിച്ച്? അല്ല, ഫാമിലി സപ്പോർട്ട് ചെയ്തോ? എന്തിന്? മാത്രമല്ല, അവൾ എനിക്ക് ഫോട്ടോ ഒന്നും കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. ശരണിന്റെ കല്യാണം മുടങ്ങി എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ശബരി അവളുടെ അടുത്തേക്ക് നടക്കുന്നതോറും അവൾ പിന്നിലോട്ട് നടന്നു. അവസാനം ചുമരിൽ തട്ടി അവൾ നിന്നു. എന്താ സാർ? ദീക്ഷയ്ക്ക് അറിയണ്ടേ? അവൻ അവളെ ചുമരിനോട് ചേർത്ത് നിർത്തി അവളുടെ അരക്കെട്ടിലൂടെ അവന്റെ കൈകൾ നാഗത്തെ പോലെ ചുറ്റിപ്പിണഞ്ഞു. അവൻ പറഞ്ഞു തുടങ്ങി, നിന്നാദ്യ ഐസ്ക്രീം ഷോപ്പിൽ വെച്ച് കണ്ടപ്പോ അവർ ഫസ്റ്റ് മീറ്റ്. എപ്പോ? നിങ്ങൾ ചെളി തെറിപ്പിച്ച സമയത്തോ? തോക്കി കയറി വെടിവെക്കാതടി. അപ്പൊ നിന്നെ കണ്ടപ്പോ ആക്ച്വലി അന്ന് അറിയാൻ സംഭവിച്ചു പോയതാ. പക്ഷേ എന്തോ നിന്നോടൊരു ഫീല്. ഞാൻ തെറി വിളിച്ചപ്പോ? ഓ ഷേടാ അല്ലെന്ന്. ബിഫോർ ദാറ്റ് നീ ഒന്ന് 4 ഐസ്ക്രീം പിടിച്ചാൽ കഴിച്ചിരിക്കുന്ന കണ്ടപ്പോ നിന്നെ നോക്കി വണ്ടി ഓടിച്ചതാ. പെട്ടെന്ന് സ്പീഡ് സ്ലോ ആക്കാൻ പറ്റിയില്ല. നിന്നെ കണ്ടപ്പോ ശരിക്കും ഐ ഫെൽറ്റ് സംതിങ് ആൻഡ് സ്റ്റിൽ ഐ ഫെൽറ്റ് ദി സെയിം. ചേട്ടാ വായി നോക്കി. ഉഫ്, ഇവള് സമ്മതിക്കല. എന്റെ ചുരിദാർ ഇപ്പോഴും ശരിയായിട്ടില്ല, സ്റ്റെയിൻ ഉണ്ട്. എന്റെ പൊന്നെ, ഞാനൊരെണ്ണം വാങ്ങിത്തരാം, പോരെ? ആ, ബാക്കി സ്റ്റോറി പറ. ഇല്ല, ഞാൻ ഇനി മിണ്ടൂല. പിന്നെ നിന്നെ സ്കൂളിൽ വെച്ച് ഇറിറ്റേറ്റ് ചെയ്ത് എപ്പോഴും അടുത്ത് വിളിച്ചു. പിന്നെ അമ്മ മാരേജിന്റെ കാര്യം സൂചിപ്പിച്ച് നാട്ടിൽ വിളിപ്പിച്ചതിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ നിന്നെ കുറച്ച് ദിവസം കാണാതായല്ലോ. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഐ റിയലൈസ്ഡ് ഐ ക്യാൻ ലീവ് വിത്തൗട്ട് യു. പിന്നെ പെണ്ണ് കാണാൻ അമ്മയുടെ നിർബന്ധത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് നിന്നെ കണ്ട എല്ലാം പറഞ്ഞിട്ട് നിനക്കൂടി ഓക്കെ ആണെങ്കിൽ ബാക്കി വീട്ടിൽ സംസാരിച്ച് ശരിയാക്കാന്നാ വിചാരിച്ച്.
പിന്നാണ് വന്നപ്പോഴാണ് മനസ്സിലായത് നീ കൃഷ്ണശ്രീയുടെ അനിയത്തിയാണെന്ന്. പിന്നെ നിന്റെ ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ പെട്ടെന്ന് നിന്നെ കൺവീൻസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാന്ന് കരുതി നിന്റെ ചേച്ചിയുടെ തന്നെ ഐഡിയ ആയിരുന്നു നിന്നോട് ശരണിന്റെ കല്യാണം മുടങ്ങി പറയാത്തത്. പിന്നെ നിന്റെ അമ്മയ്ക്കും എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാ നീ ഒന്നും അറിയാതിരുന്നത്. പിന്നെ എല്ലാവരും പറഞ്ഞു എന്തായാലും ചേച്ചി പോയ അനിയത്തി എന്ന ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു അമ്മാവ് പറയല്ലോ. പക്ഷെ ഇതെല്ലാം കൂടി ഇങ്ങനെയായി. നിന്റെ അച്ഛൻ പറഞ്ഞ് നീ ഇപ്പോഴും കുഞ്ഞാണ്, ഇപ്പോഴൊന്നും നീ ഇതിന് സമ്മതിക്കില്ല, വേണ്ടാന്ന്. നീ ആയിട്ട് എപ്പോഴെങ്കിലും പറയും മാത്രമേ നിന്റെ കല്യാണം നടത്തുമെന്ന്. ആരോട്? അതൊക്കെ അറിഞ്ഞിട്ട് ദീക്ഷ നീയാണ്. എനിവേ ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. അതെന്താ? ടു ദാറ്റ് അമ്മാവൻ. ഹായ് അമ്മയ്ക്ക് അവിടെ ആരുടെ കൂടെ പോയതെന്നറിയാമോ? ആ അറിയായിരിക്കും. സോ എന്തായാലും ഇതൊന്നും നടക്കില്ല. അപ്പൊ ഞാൻ എന്തായാലും പോട്ടെ. വി വിൽ ക്യാച്ച് അപ്പ് ലൈറ്റർ, റൈറ്റ്? ആ അത് പിന്നെ എനിക്കും മിസ് ചെയ്തായിരുന്നു. അതെനിക്ക് മനസ്സിലായത് പോലുമില്ല. അപ്പൊ എന്താ ഇനി മാഡത്തിന് ഫ്യൂച്ചർ പ്ലാൻ? എന്ത് പ്ലാന്? കെട്ടണ്ടേ? കെട്ടാനോ? ഓക്കെ, വേണ്ടേ വേണ്ട. എന്താണ് മിസ്റ്റർ, എന്നെ നിർബന്ധിച്ചുകൂടെ? ഉടനെ ഇറങ്ങിപ്പോവാ. മോശം. അവനവൾ ഒന്നുകൂടെ അവനിലേക്ക് അടച്ചു പിടിച്ചു. അവളുടെ നെറ്റിത്തടത്തിൽ അവൻ ചുംബിച്ചു. രാധിക, ഇതിപ്പോ വിളിക്കാൻ പോയ ആളെയും കാണാനില്ലല്ലോ. ശബരി, ഇങ്ങനെ നിന്നാ മതിയോ? ഏയ് ബാ പോവാം. ചാടിത്തുള്ളി പോകുന്ന അവളെ നോക്കി അവൻ പുഞ്ചിരിച്ചു. അപ്പോൾ അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മുട്ടിട്ട് നിന്നു. പിന്നെ അവർ വീട്ടിൽ പറഞ്ഞു അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ കല്യാണം. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അല്ലേ. പിന്നെ ശ്രീമോൾ ഒളിച്ചോടിയ നാട്ടിൽ പ്രശസ്ത കള്ളനുമായിട്ടാണെന്നും പിന്നെ ചിലർ ബംഗാളി ബാബുവിന്റെ കൂടെയാണെന്നും പല കഥകൾ അടിച്ചുവിട്ടിരുന്നു. അങ്ങനെ എത്രയെത്ര കഥകൾ, അതും ഇപ്പോഴും ചുരുളഴിയാത്തൊരു ഒളിച്ചോട്ട കഥ. എന്തായാലും ഞാനിപ്പോൾ ശബരിയുടെ കൂടെ ഹാപ്പിയാണ്. സ്വസ്ഥമായി, സ്നേഹത്തോടെ, സമാധാനത്തോടെ, വകതിരിവോടെ, മെച്യൂരിറ്റിയോടെ, അടിയും ഇടിയും തമാശയും കലഹങ്ങളും സ്നേഹവുമായി ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ഷടപടേന്ന് മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.